ഹലോ, ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ പപ്പായത്തോരൻ അഥവാ കപ്പളങ്ങാത്തോരൻ. അത് നമുക്ക് തോരൻ വെക്കാൻ വേണ്ടി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുവാണ്. അതിന് ചേർക്കേണ്ട അരപ്പാണ്. ഇതിലെന്തൊക്കെയാണ് ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, അതേപോലെ തന്നെ മുളക്, ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ട് ചതച്ചെടുത്തേക്കുവാണ്. ഇനി നമ്മളൊരു ഇരുമ്പ് ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കാൻ പോവാണ്. കടുകിട്ട് അത് ചൂടായി വരണം. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അതിലേക്ക് നേരത്തെ കാണിച്ച കറിവേപ്പില ഇടും. വേണമെങ്കിൽ നമുക്ക് ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളതൊന്നും ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പപ്പായ അഥവാ കപ്പളങ്ങ, ഇവിടെ പറയുന്നതാണ് അതിന് കപ്പളങ്ങയാണ്, അതുകൊണ്ട് എനിക്ക് അതേ വായിൽ വരത്തുള്ളൂ. നമ്മളതിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി അതിൻ്റെ നടുക്കത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ആ തേങ്ങയുടെ അരപ്പ് ഇട്ട് കൊടുത്തു. ഇപ്പം ഇത് വെള്ളം എന്താ കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചായിരുന്നു. പിന്നെ ഇത് ഉപ്പുനീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഉപ്പുനീരിലും വെള്ളത്തിലും വേണം അത് വെന്ത് വരാൻ. ഇച്ചിരി വേഗം താമസമുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അടച്ചു വെക്കുന്നു. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കുന്നതാണ് ഈ കാണുന്നത്. തുറന്ന് നോക്കുമ്പോഴത്തേക്കും കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. നമുക്കിതെല്ലാം ഒന്ന് സെറ്റായി വരണം. ഇത് വെന്തിട്ടുമില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഇതൊന്നുകൂടെ എല്ലാം മിക്സ് ചെയ്ത് അരപ്പും എല്ലായിടത്തും ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടി ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടെ അടച്ചു വെക്കും. എന്നിട്ട് ഇച്ചിരി കഴിയുമ്പോൾ തുറക്കുമ്പോൾ അത് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഞാൻ തുറന്നപ്പം വെള്ളമെല്ലാം വറ്റി. ഇപ്പോൾ വെള്ളമൊന്നുമില്ല, നല്ല അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ തോരൻ. നമ്മുടെ ഫൈനലായിട്ട് ഇത് ഇങ്ങനെ ഇരിക്കും തോരൻ. കഴിച്ച് നല്ല ടേസ്റ്റാണ്. കഴിച്ചിട്ടുള്ളവരും കമൻറ്റ്